ഏതൊരു മരണം ഉണ്ടായാലും എന്തെങ്കിലും ഒരു പ്രത്യേകത അവിടെ സംഭവിക്കാറുണ്ട്. അയ്യോ പാട്ടൊക്കെ ഇടുന്നുണ്ട്, എന്തിനാണ് ഒരു പാട്ടൊക്കെ ഇട്ടേക്കുന്നത്? ഭയങ്കര കോമഡി ആയിപ്പോയി. CM എന്ന് സലീം കുമാറിന്റെ മക്കളെ കെട്ടിപ്പിടിക്കുന്നു. ഭയങ്കര കെട്ടിപ്പൊടിടാ. എന്താണ് ഇതൊക്കെ? ഇതെന്താ അങ്ങനെ എങ്ങനെ പറ്റുന്നേ? കേരളത്തിൽ മിനിഞ്ഞാന്ന് മരിച്ച ഒരേ ഒരാൾ സലീം കുമാറും ആ സലീം കുമാറിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് ദുരിതം എല്ലാം ഒരു വലിയ നഷ്ടമായി പോയതെന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി. ഇതിപ്പോ ഇയാളെ കൂട്ടുകാരും അല്ലോ, പിന്നെ നമുക്ക് സഹിക്കാന്ന്. ഇതിപ്പോ രജനീകാന്തേ അതുപോലെയൊക്കെ അങ്ങനെയല്ല. എന്നാലേ ഇതൊക്കെ കാണുമ്പോ എന്താ ഇത്ര തള്ളായിരിക്കുന്നേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിടത്തും പോയി ആരെയും കെട്ടിപ്പിടിക്കുകയോ സമാധാനിപ്പിക്കുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തൊരു വൃത്തിയായിട്ട സെറ്റപ്പാന്ന് നോക്കിക്കോണേ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് എല്ലാവരും സിനിമയിൽ അഭിനയിച്ചാൽ CM വരത്തുള്ളൂ കെട്ടിപ്പിടിക്കാൻ. അപ്പൊ അന്നത്തെ ദിവസം ബാക്കിയുള്ള മരിച്ചുപോയ കുടുംബനാഥന്മാരോ വല്ല കൊച്ചുങ്ങളൊക്കെ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ? അവരൊക്കെ എന്നാ ആണോ ഇവർക്കൊക്കെ വോട്ട് കൊടുത്തത്? ഇതിനകത്ത് നമുക്ക് തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു CM അങ്ങനെ ഇറങ്ങിയാണെങ്കിൽ ഇക്വാളിറ്റി വിട്ട് കളിക്കാൻ പാടില്ല. ഇതൊരു ശരിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ തന്നെ കുറെ പേർക്ക് അങ്ങ് പുളകം കൊണ്ടുപോലും. പക്ഷെ അത് അങ്ങനത്തെ ഒരു മര്യാദയില്ലാത്ത പരിപാടിയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളല്ല. CMന്റെ വീട്ടിൽ ശരിയാ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാതെ പൊതുജനത്തിന് മുന്നിൽ കിടന്നുകൊണ്ട് അവർക്ക് പേഴ്സണലി എന്തോ ബന്ധം ഉണ്ടെന്നോ ഇതൊക്കെ കാണിക്കുക, പുറത്തിറങ്ങി വന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പിണറായി ചെയ്ത് വിളിക്കുന്നത്. പിണറായി ആണ് ഇങ്ങനെ ചെയ്തില്ല. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി കൊള്ളാമെന്ന് മനസ്സിലായാലും അയാൾ കുറച്ച് ബെറ്റർ. ഇങ്ങനത്തെ നാടകമല്ല എന്ന് പുള്ളിയുടെ പരിപാടി. ഇത് നോക്കിയോ, നാണം കെട്ട് നാറും ഞാൻ എഴുതി വെച്ചുതരാം. ഇമാര് തീട്ട ഷോയും പട്ടി പരിപാടി അല്ല, പട്ടി ഷോയും തീട്ട പരിപാടിയും അവതരിപ്പിക്കുന്ന നാറിപ്പോത്തേ ഉള്ളൂ. ഇപ്പൊ എല്ലായിടത്തും ഇറങ്ങി ചെല്ലുമ്പോൾ ആൾക്കൂട്ടം ബഹളം. ഉമ്മൻചാണ്ടി ഇടന്ന് തേച്ചൊട്ടിച്ച പോലത്തെ പരിപാടി ഇപ്പൊ അവതരിപ്പിച്ച് ഇനി മേലാൽ കോൺഗ്രസ് വരത്തില്ല. ഈ 5 വർഷം കഴിയുമ്പോൾ ഞാൻ എഴുതി വെച്ച് തരാം. ഇവരുണ്ടല്ലോ നാണം കെട്ട് നാറി ഒന്നിനും കൊള്ളാത്തൊരു വേസ്റ്റ് സ്ഥാപനമായിട്ട് മാറ്റും കോൺഗ്രസ്. അതിപ്പോ ഇതാണ് പരിപാടിയെങ്കിൽ ഇങ്ങനത്തെ ഷോയും ഇങ്ങനെ കാണിച്ചോണ്ടേ എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഒരു കാര്യമില്ല. ഈ പണിയൊക്കെ കണ്ടറിയാം. ഇതൊക്കെ വെറും നാണക്കേടൻ. അതിനിടയ്ക്ക് പിഷാരടി പോയി ശവപ്പെട്ടി തൂക്കി പിടിക്കുന്നു. എന്തുവാണ് ഇതൊക്കെ? ഇതെന്തുവാ കഷ്ടം? ഒരു അവസരം കിട്ടിയേക്കുമല്ലേ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞാണ് അവിടെ ചെന്ന് മാക്സിമം പണിയെടുക്കണം കേട്ടോ, ക്യാമറയിലെല്ലാം വരണം. എന്തോ ഒരു മനുഷ്യരൊക്കെയാണ് അവിടെ വേറെ ആരും ഇല്ലാത്ത പോലെ. ഇതൊക്കെ ചെയ്യാൻ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ വേണം. തൊലിക്കെട്ടി അല്ല ഇതിന് വേണ്ടത്. തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് പഴയ കാര്യം. അങ്ങനല്ലത്. ഒരു പ്രത്യേക മാനസികാവസ്ഥ ഇതൊക്കെ. ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ ചെന്ന് കയറി എന്ന് വെച്ചാൽ പിഷാരുടെയും സലീം കുമാറും ഒക്കെ എന്ന് വെച്ചാൽ അങ്ങ് അടുത്ത ആൾക്കാരല്ലേ. എവിടെയൊക്കെ പരിപാടി ഏൽപ്പിച്ചവരാണോ അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാർ? ഭയങ്കരം. അതിനിടയ്ക്ക് കുറെ കോൺഗ്രസ്സുകാരാന്ന് അല്ല കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറഞ്ഞാൽ ആരാണ്ട് സലീം കുമാറിനെ ചീത്ത വിളിക്കുന്നു. അയാൾ വയ്യാതെ കിടന്നപ്പോ എന്തൊക്കെ എല്ലാം വൃത്തികേടുന്നേ. ഒരു കൂട്ടർ നശിച്ച വർത്താനം പറയും, വേറൊരു കൂട്ടർ വന്ന് ഇതങ്ങ് മുതലെടുക്കും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡിക്ക് ചുറ്റും കൂടി മുതലെടുക്കുന്നത് പിന്നെ ഒരു പരിപാടി ഉണ്ട്. അത് ഏറ്റവും രസം. ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഏത് മരിച്ച വീട് വേണം നോക്കി. ഈ നാറികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണം നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ ഒരാൾ ഇങ്ങനെ നിൽക്കുക വെച്ചാൽ ഇങ്ങനെ നിന്നെന്ന് വിചാരിച്ചു. അതല്ല കൈ ഇങ്ങനെ ഇട്ടേക്കുക. അല്ല ഇങ്ങനെ നിന്നാൽ എന്താ? അല്ലെ പിന്നെ ഒരു കാര്യമുണ്ട്, ചിലരുണ്ട് ഇങ്ങനെ നിൽക്കാൻ വലിയ പാടൊന്നുമില്ല. ഏത് വീട്ടിൽ വേണം ഞാനും വന്ന് നിൽക്കാൻ. നാളെ അലിഞ്ചസ്കരെ മാത്രമേ ഉള്ളൂ ഇച്ചിരി എങ്കിലും കാണിച്ചു കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഇതെങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ വരാൻ നിൽക്കുമെന്ന് വിചാരിച്ചോ. ആണെ ഇപ്പൊ വേറെ ആൾ കണ്ടോണെങ്കിൽ നോക്കും, ഇങ്ങനെ കാണിക്കായിരിക്കും. എന്താ അല്ല ഇങ്ങനെ അവനിങ്ങനെ നോക്കിട്ട് ഇങ്ങനെ നിൽക്കുന്നേ. ഇതെന്തോ ഇങ്ങനെ നിന്ന് എന്തോ വ്യത്യാസം? ഇവിടെ നിന്ന് പൊങ്ങി വരുമെന്ന് മേടിച്ചിട്ടാണ് ഇങ്ങനെ ഈ ആളുകൾ നാറികള് മയിര് കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു കയറി. ഇതന്നെ ഒരു പ്രത്യേക രീതി. എന്താണ് മരിച്ച ബോഡിയോടുള്ള റെസ്പെക്ട്. മരിച്ച റെസ്പെക്ട് കൂടും. ഡെഡ് ബോഡിയോട് കാണിക്കുന്ന റെസ്പെക്ട് ജീവിച്ചിരിക്കുന്നവരോട് കാണിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ജീവിച്ചിരുന്ന സമയത്തൊക്കെ ആ സമയത്ത് ഇത്ര റെസ്പെക്ട് ഒന്നും ഇല്ലാർക്കും. ഈ ഡെഡ് ബോഡി റെസ്പെക്ട് ചെയ്യണമെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് മനസ്സിലാകാത്തോണ്ടിരിക്കുക. എന്തിനാ ഈ ഡെഡ് ബോഡി കാണുമ്പോൾ പ്രത്യേകം ഇങ്ങനെ നിൽക്കണം? കഷ്ടം. ഇതൊക്കെ ഈ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കോമഡി. അപ്പൊ അന്നേക്കോ കെട്ടിപ്പിടിക്കുക. മീഡിയക്കാരുടെ നേരെ ഈ സലീം കുമാറിന്റെ മോൻ കിടന്ന് ചാടുന്നു. എന്തിന്? അതെന്തിനാ ചാടിയെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഉണ്ടെ പിന്നെ പൊതുപ്രദർശനം വെക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയക്കാരകത്ത് കയറ്റത്തില്ലെന്ന് കർശനമായിട്ട് വിലക്കാൻ മതി. പുറത്ത് നിർത്തണം. ഇതെന്തോ ആ പ്രദേശത്ത് കയറ്റരുത്, ആ അടുത്തോട്ട് വരരുത്. മീഡിയക്കാരുണ്ട് ഇന്ന അടുത്ത് നിന്നോണം, ഇതിന്റെ ഇപ്പുറത്തോട്ട് വരരുത്. അതൊക്കെ പേഴ്സണൽ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല മീഡിയക്കാർ വരണം. അപ്പൊ ഞാനാണെങ്കിൽ പറയാം അങ്ങോട്ട് മാറിയേക്ക്, അത്രേ ഉള്ളൂ. അതിന് അവിടെ കിടന്നുകൊണ്ട് ശരിയാ മരണ വീടൊക്കെയാണ്. മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും, പല ഓർമ്മ വരും, അതൊക്കെ ശരിയാ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് അലച്ചു വീട് കാര്യമൊന്നുമില്ല. ഇവിടെ ഇവന്മാരുടെ ഈ ഒരുപാട് പേരങ്ങ് തള്ളി കയറുന്നേ. അവിടെ കിടന്നങ്ങ് ഒരു മര്യാദ ഇല്ലാത്ത രീതി കിടന്ന് ഇടപെടുവന്നേ. എനിക്കറിയത്തില്ല എന്തിനാ ഇവരൊക്കെ മരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് എന്താ കാര്യം? ആരാ ഇവന്റെയൊക്കെ ഇവര്? എനിക്കറിയത്തില്ല. ആരാണോ എന്തോ സിനിമാടനാന്ന് മരിച്ചത്. ഉടനെ ചെല്ലുവോ കാണാൻ? എനിക്ക് ഇന്നേ വരെ നടന്മാർ ജീവിച്ചിരിക്കുന്ന പോയി നടന്നാൽ ഞാൻ കാണാൻ നിൽക്കാറില്ല.
ഇവന്മാരെ പിന്നെ മരിച്ചു കഴിഞ്ഞ് കാണേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ജീവിച്ചിരിക്കുന്ന സിനിമാടന്മാരായ മൈരന്മാരെ നമ്മൾ കാണുന്നില്ല, പിന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ. എനിക്ക് ആരെയും കാണും. ഈ സലീംകുമാറിന്റെ താല്പര്യം ഉണ്ടാകും, സലീംകുമാറിന്റെ കോമഡി ഒക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് സലീംകുമാറിനെ കാണണം, സലീംകുമാർ മരിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലണം. ഇവിടെ ഇപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന കുറെ പേര് മരിച്ചു, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ മരിക്കുക. അവിടെ ചെന്നാൽ ഈ ടൗൺ ഹോൾ തൊട്ടപ്പുറത്താ, അങ്ങോട്ട് ചെന്നാൽ കാണാം പല ഡെഡ് ബോഡിയും. എന്തിനു പോകണം? ഡെഡ് ബോഡി പോയി ജീവിച്ചിട്ട് സിനിമ കണ്ടിട്ടില്ല, പിന്നെ ഡെഡ് ബോഡി കാണാൻ പോലും. വേറെ പണിയൊന്നുമില്ല. മര്യാദയ്ക്ക് അവരെവിടെയും കൊണ്ട് കുടുംബക്കാരൊക്കെ മാത്രമായിട്ട് നിന്ന് ആ ചവടക്കം കഴിഞ്ഞ് വല്ല ക്ലോസ് റിലേറ്റീവ്സും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ചെല്ലാവൂ. ഈ പരിപാടിക്ക് നിർത്താൻ ബോധം വേണ്ടടോ. ഇവന്മാര് പിന്നെയും തള്ളി കയറി ചെല്ലും, അടക്കണം. അതുമല്ല, ഇങ്ങനെ ഈ പ്രദർശനം ഒന്നും വേണ്ട. ഡെഡ് ബോഡി പ്രദർശിപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത്? പൊതു പ്രദർശനത്തിന് വെക്കുമെന്ന് കാണാൻ പറ്റില്ല. മരിച്ചെന്ന് ഉറപ്പ് വരുത്തണം, അതിനെ പൊതു പ്രദർശനം. ശരി, അവസാനത്തെ എന്തിനാ നീ ഡെഡ് ബോഡിയുടെ ഫോട്ടോ ഒന്നും എടുക്കുന്നേ? പിന്നെ ഓക്കെ, ഇതൊക്കെ ഇപ്പൊ എന്തിനല്ലേ? അതെന്തിനാ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഡെഡ് ബോഡി കാണാനോ? ജീവിതം ഡെഡ് ബോഡി എങ്ങനെ നോക്കാൻ വന്നാന്നോ? അതാണോ കാണുന്ന വരുവന്ന്? അങ്ങനെയില്ല. ഞാൻ ഇന്നവരെ മരിച്ചെടുത്തൊന്നും പോയി അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, ഡെഡ് ബോഡി ഒന്നും നോക്കത്തൊന്നുമില്ല. ഇതിനൊക്കെ പോകും, അവിടെ ആൾക്കാരുടെ വർത്താനം പറയും, അല്ല ഡെഡ് ബോഡി പോയി ഇങ്ങനെ നോക്കിയിട്ട് നല്ല മനുഷ്യനാണെന്ന് പറയാൻ പോവാ. അങ്ങനെയല്ല, എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഡെഡ് ബോഡിയെ പോയി എന്ത് നോക്കുന്നത്? അയാൾ ജീവിച്ചിരുന്നപ്പോൾ നമുക്കറിയാം എന്താ ഡെഡ് ബോഡി പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, ഞാൻ അങ്ങനെ നോക്കത്തൊന്നുമില്ല. ഞാൻ ചെന്നിട്ട് ഇത് അവിടെ കയറി അതിന്റെ ചുറ്റും നിൽക്കത്തൊന്നുമില്ലടോ. ഞാൻ അങ്ങനെ പോയി വല്യമ്മ നടക്കുന്നു. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ പള്ളിയിൽ നിന്ന് എടുത്തോണ്ട് പോയി കുഴിക്കകത്തോട്ട് വെക്കാൻ നേരത്ത് എല്ലാവരും വിളിക്കും, വാ അവിടെ ഒന്ന് നോക്കി നിൽക്കാൻ. ഞാൻ ഇല്ല, അങ്ങോട്ട് ആക്കിക്കോ, കുഴിയിലോട്ട് വെച്ച് മണ്ണിടുന്നതെന്ന് എനിക്ക് കാണേണ്ട കാര്യമില്ല. ഞാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ കാണാൻ പോകുന്നേ? വാന്ന് ഞാൻ ഇല്ല, കുഴപ്പമില്ല, അങ്ങ് കുഴപ്പമില്ല. ഇത് പറയുമ്പോൾ എല്ലാവർക്കും എന്തോ അങ്ങനെ അവൻ പറഞ്ഞത്. പിന്നെ ഞാനിപ്പോ ചെറുത്താനായതുകൊണ്ട് ഇവർ നിർബന്ധിക്കത്തില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടല്ലോ, അതെന്നാ പണിയാ, അതൊക്കെ സംസാരിക്കാൻ വരെ ആളുണ്ടാകുന്നു. ഇതിപ്പോ ആരും മിണ്ടത്തോടെ ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചാലൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പള്ളിയിലും കയറിയില്ല, ഞാൻ അപ്പുറത്തൊക്കെ ഇങ്ങനെ ഫോണൊക്കെ ചെയ്ത് നടന്നു. ചടങ്ങിന് പോയി വന്നവരൊക്കെ കാണണമല്ലോ, അങ്ങനെ പോയെന്നേ ഉള്ളൂ. അത് ആൾക്കൂട്ടം വരുന്നുണ്ട്, ബന്ധുക്കളൊക്കെ കാണാം. അല്ലാതെ ഈ ഡെഡ് ബോഡി ഞാൻ കാണാൻ നോക്കത്തൊന്നുമില്ല. മനസ്സിലായോ? ഡെഡ് ബോഡി പോയി കണ്ടിട്ട് ഡെഡ് ബോഡി കുടിയിലോട്ട് വെക്കുന്ന സീനൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല. എനിക്ക് മനസ്സിലായില്ല അതൊക്കെ എന്തിനാ പോയി കാണുന്നതെന്ന്. വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. തലേദിവസം ഞാൻ വീഡിയോ കോൾ ചെയ്യാന്ന് ഇവർക്ക്. അല്ല, സിനിമ ആണ് പോയിരുന്നത്. ഈ പറഞ്ഞ സിനിമാടന്മാരാണ് പിന്നെ ഇനിയും കാണാമല്ലോ. എത്ര സിനിമ എടുക്കുന്നത്? ഇനിയിപ്പോ ഈ സിനിമ കണ്ട് സലീംകുമാറിന്റെ കോമഡി ഉണ്ട്, ഇവർ കരയൂ? ഒരു പ്രാവശ്യം ജയിച്ചെന്ന് അഞ്ചോസ് ഇരിക്കാം. അഞ്ചോസിന് ആരും അല്ല മരിച്ചേക്കുന്നത്. അഞ്ചോസ് വരുന്നത് എന്തിനാന്ന് അറിയത്തില്ല. ഈ വന്നവർ വന്ന പോലെ തന്നെ വരുന്ന അവന്റെ മനസ്സ് അവൻ തുറന്ന് കാണിക്കുന്നു, മറ്റൊരു ആ മനസ്സ് കാണിക്കാതെ അഭിനയിച്ച് നിൽക്കുന്നു. ഇങ്ങനെ അഞ്ചോസ് ഇങ്ങനെ അത് ഒറിജിനൽ. ഇവന്മാരതൊക്കെ തന്നെ ഉള്ളിൽ ചിരിക്കുകയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. മരിച്ചു നന്നായി കലിപ്പുള്ളവനൊക്കെ വരും. ഇങ്ങനെ എന്ന് വെച്ചാൽ അങ്ങ് സങ്കടം വരുവാ. ആരോടെ ഈ സങ്കടം? എനിക്കറിയത്തില്ല ഇവർക്കൊക്കെ എങ്ങനെ ഈ സങ്കടം ഉണ്ടാവുന്നത്. കള്ളത്തരവാ. ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് പോട്ടെ, അങ്ങനെയല്ലോ. ഈ വരുന്നവന്മാരൊന്നും അത്ര സൂത്രമൊന്നും അല്ല പലരും. മനസ്സിലായി? പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടൊക്കെ ഉണ്ട്, അതൊക്കെ ശരി. അതിന് മരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു മൂഡ്. ഇവരെല്ലാം നടന്മാരൊക്കെ ആയതുകൊണ്ട് കണ്ണീന്ന് വരെ വെള്ളം ഒലിക്കും ഇവന്മാരുടെ. ചുമ്മാ വന്നങ്ങ് ഷോയാ. എനിക്കറിയത്തില്ല കൈ വരയ്ക്കുന്ന എന്തിനാ. കൈ ഇങ്ങനെ അത് മറ്റല്ലേ അന്നിമ്മന്നെ ആണോ? അന്നിമ്മന്നെ അങ്ങനെ വരയ്ക്കോ? അന്നിമ്മന്നെ അന്നിമ്മന്നെ സ്നേഹിച്ചല്ലേ മാഗി മാഗി എന്നെ ഇത്ര മതിയോ? ഇറുക്കി ഇവിടെ നിന്ന് അല്ലേ ബസറിന് അടിച്ചു വെച്ചാൽ ഒരു തുള്ളി മാത്രമേ, ഒറ്റ തുള്ളി, പവർഫുൾ തുള്ളി. ഇത് മണ്ണാൻ്റെ ഉള്ളി തുള്ളി കണ്ണീര് ഒരു അഭിനയിക്കുക. എന്താ കമ്പനി തുള്ളിയോ? കംപ്ലീറ്റ് തുള്ളി. അതൊക്കെ അത് അയാളൊന്നും വന്നില്ലടോ. മമ്മൂട്ടി മോഹൻലാലൊന്നും കണ്ടില്ലല്ലോ. സലീംകുമാറിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വന്ന് കാണുമോ? അല്ല, ഇവർക്ക് ചിലരൊന്നും പോകത്തൊന്നുമില്ല ചിലടത്ത്. എല്ലാം കണക്കല്ലേ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ആരെയും കുത്തി മറ്റേ ഉടായിപ്പ എന്നിട്ട് കിടന്നുകൊണ്ട് ഷോ. ഇത് പലരും വരാനുണ്ട്, എനിക്കറിയാം ആരൊക്കെയാ വരേണ്ടിയിരുന്നതെന്ന്. പക്ഷെ അവർക്കൊന്നും സമയമില്ല, അതില്ല. പോട്ടെ, അങ്ങനെ വരേണ്ട കാര്യമില്ല. വന്നില്ല അത്ര നല്ല വന്ന് ഷോ കാണിക്കുന്നതല്ലേ വരാതിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ പോക്കൊന്നും നിർത്താവൂ. പിഷാരടിയുടെ പെട്ടിയെടുത്തുള്ള നടപ്പൊക്കെ കണ്ടപ്പോഴാണ്. മമ്മൂട്ടിയുടെ പുറകെ നടക്കുന്നതിന് ശേഷം പിഷാരടി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് സലീംകുമാറിന്റെ ശവപ്പെട്ടി പൊക്കിക്കൊണ്ട് നടന്നത്. സൂപ്പറായിരിക്കുന്നു. പിഷാരടി ഇനി ഇവിടെ നാട്ടിലുള്ള സകല ശവപ്പെട്ടി പിടിക്കാനും പോകണം. എവിടെയൊക്കെ മരിച്ചാലും ആ ശവപ്പെട്ടി താങ്ങാൻ ഏറ്റവും മുന്നിൽ കാണണം പിഷാരടി. അവിടെ എല്ലാം CM എന്നോ എല്ലാവരും കെട്ടിപ്പിടിക്കണം. വരുന്ന പിള്ളേരെയൊക്കെ പിടിക്കുക. മാറി മാറി പിടിക്കരുത്. പിള്ളേരാണ് ഇതൊക്കെ കരഞ്ഞോണ്ടിരിക്കുന്നവരെല്ലാം നിന്ന് കെട്ടിപ്പിടിക്കാൻ എന്നാൽ ചിലപ്പോൾ അയൽക്കത്തെ വീട്ടിലെ കൊച്ചൊക്കെ ആയിരിക്കും. പിന്നെ അതിന്റെ പേര് അടി ഉണ്ടാവും. കൊല്ലത്തൊന്നും പോയി കെട്ടിപ്പിടിക്കരുത്. കെട്ടിപ്പിടിച്ചത് കുറഞ്ഞു പോയെന്ന് പപ്പടം കിട്ടിയത് അടി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അവിടെ അടി. ഇവന്മാർക്ക് നാട് നീളെയുള്ള മരണ വീട്ടിലൊക്കെ പോയി പെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും. എനിക്കറിയാൻ വേണ്ടി ഇനി സിനിമാമാർക്ക് ഇനി മരിക്കത്തില്ലേ? എല്ലായിടത്തും പോകും. എറണാകുളത്തൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഇവരൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവിടേക്ക് ചെന്ന് കയറും. ഇത് കുറെ ദൂരത്തൊക്കെ പോണേ പറയാം. ഇല്ല നമുക്ക് വേറെ പരിപാടി ഉണ്ടോ മുങ്ങാന്ന് പറയും. പോട്ടെ മതി.